കഥ സഖി ഭാഗം 18. ഗായത്രിക്കുട്ടി. ആ കുട്ടി സമ്മതിക്കുമോ നാരായണേട്ടാ? അമ്മയെ മുറിയിലാക്കിക്കൊണ്ട് തിരികെ വന്ന അയാൾക്കരികിലേക്ക് ഇരുന്നും കൊണ്ട് ലക്ഷ്മി ചോദിച്ചു. എതിർപ്പുകൾ കാണും, അതിനെ മറികടന്നു എല്ലാം ശുഭമായി തീരാൻ പ്രാർത്ഥിക്കുക, അല്ലാതെ വേറൊരു വഴിയില്ല ലക്ഷ്മി. ദേഷ്യപ്പെടില്ല എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, മുഖവരയുടെ ഭർത്താവിനോട് ചോദിച്ചവർ. എന്താ ലക്ഷ്മി, എന്താ കാര്യം? ഇരുപുരികവും ചുളുക്കിയും കൊണ്ടയാൾ സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു. ഗായത്രിക്കുട്ടി തറവാട്ടിൽ വേണമെന്നല്ലേ പറഞ്ഞുള്ളൂ, അതിപ്പോൾ പ്രശ്നം വെച്ചു നോക്കിയതുപോലെ വേണമെന്നില്ലല്ലോ. നീ എന്താ ലക്ഷ്മി പറഞ്ഞു വരുന്നത്? സംശയത്തോടെ അവരെ നോക്കിക്കൊണ്ടയാൾ ചോദിച്ചു. അത് ചന്തുവിൻ്റെ വേളിയായിട്ട് പോരെ ഏട്ടാ? ലക്ഷ്മി, ഉറക്കെ അയാൾ വിളിച്ചു. വീണ്ടും ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ, ഇനിയൊരു പെൺകുട്ടിയുടെ കണ്ണീരും ശാപവും ഈ തറവാടിൽ വീഴാതിരിക്കാൻ വേണ്ടി ഇതല്ലേ നല്ലത്? തറവാടിൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ ലക്ഷ്മി ഇങ്ങനെയൊരു തീരുമാനം എടുക്കുന്നത്? അതെന്താ നീ ചിന്തിക്കാത്തത്? ഒരു പെൺകുട്ടിയുടെ ജീവിതം ഹോമിച്ചിട്ട് വേണോ തറവാടിൻ്റെ അന്തസ്സും ക്ഷേമവും കാക്കാൻ? നിനക്കെന്താ പറ്റിയത് ലക്ഷ്മി? നീ എന്തൊക്കെ പറയുന്നത്? എല്ലാ കാര്യങ്ങളും നിനക്കും കൂടി അറിയുന്നതല്ലേ? ആ നീയാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? അച്ഛനും മകനും എന്ത് തീരുമാനം വേണമെങ്കിൽ എടുക്കാം, ഒന്നിനും ഞാൻ എതിരില്ല. പക്ഷേ ആ പെൺകുട്ടിയുടെ ജീവിതം, അതെന്താ നിങ്ങൾ അച്ഛനും മകനും ചിന്തിക്കാത്തത്? എന്തോരം സ്വപ്നങ്ങളുണ്ടാവും ആ കുട്ടിക്ക്. അതെല്ലാം ഇതിൻ്റെ പേരിൽ തച്ചുടക്കാൻ വയ്യ. എന്തോ എൻ്റെ മനസ്സ് ഇതിനനുവദിക്കുന്നില്ല. ഏതൊരു പ്രശ്നത്തിനും പരിഹാരമുണ്ടാകില്ലേ? നമുക്ക് ആ വഴി നോക്കിക്കൂടെ ഏട്ടാ? ലക്ഷ്മി, ഇതല്ലാതെ വേറൊരു വഴിയുമില്ല എന്ന് നിനക്ക് അറിയാവുന്നതല്ലേ. പിന്നെ എന്താ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങളും മോഹങ്ങളും അവളുടെ ജീവിതവും ബലി നൽകിയിട്ടുണ്ട് വേണമല്ലേ തറവാടിൻ്റെ നിലനിൽപ്പ് ഭദ്രമാക്കാൻ? അവസാന തീരുമാനം എടുക്കുന്നതിന് മുന്നേ നമ്മുടെ ഉണ്ണിയുടെ അവസ്ഥ കൂടി ചിന്തിച്ചാൽ നന്ന്. അതെന്താ ലക്ഷ്മി നീ അങ്ങനെ പറഞ്ഞത്? നമ്മുടെ ഉണ്ണിയുടെ നല്ലതിന് കൂടിയല്ലേ ഈ ഒരു തീരുമാനം? ഭാര്യ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അയാൾ തിരിച്ചു ചോദിച്ചു. എനിക്കങ്ങനെ തോന്നുന്നില്ല നാരായണേട്ടാ. എന്താ ലക്ഷ്മി നീ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തുണ്ടെങ്കിലും തെളിച്ചു പറയൂ നീ, ആകാംക്ഷയോടെ ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു. ഗായത്രിക്കുട്ടിക്ക് എന്താ? ലക്ഷ്മി പറഞ്ഞു തീരുന്ന മുന്നേ സംശയത്തോടെ അയാൾ അവളെ നോക്കി ചോദിച്ചു. സത്യമാണോ മിഥ്യയാണോ എന്നറിയില്ല. പുറമേ കാണുന്ന കാഴ്ച കൊണ്ടൊന്നും അളന്നു തിട്ടപ്പെടുത്താനും സാധ്യമല്ല. പക്ഷേ ഒന്നറിയാം, ഉണ്ണിയുടെ ലോകം ഇപ്പോൾ ഗായത്രിക്കുട്ടിക്ക് ചുറ്റുമാണ്. പെട്ടെന്നൊരു നാൾ അവൾ ഇല്ലാതായാൽ വീണ്ടും എൻ്റെ ഉണ്ണി ഉള്ളിൽ നിന്നും തികട്ടി വന്ന കരച്ചിൽ ചീളുകളെ അടക്കി നിർത്താനാകാതെ അവർ നിയന്ത്രണം വിട്ട് കരഞ്ഞുപോയി. അവസാന വാക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും. ലക്ഷ്മി, നീ പറഞ്ഞു വരുന്നത് നമ്മുടെ ഉണ്ണിക്ക്? അവരുടെ കരച്ചിൽ കണ്ട് സംശയത്തോടെ അയാൾ ചോദിച്ചു. നമ്മുടെ ഉണ്ണിക്കിപ്പോൾ പഴയതിൽ നിന്നും ഒരുപാട് മാറ്റമുണ്ട് ഏട്ടാ. ഇനി നമ്മളായിട്ട് അവനെ പഴയ ഉണ്ണിയിലേക്ക് കൊണ്ടുപോകരുത്, എൻ്റെ അപേക്ഷയാണ്. ലക്ഷ്മി, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അത്ഭുതത്തോടെ ഉച്ചത്തിൽ അയാളത് ചോദിച്ചതും. ഞാൻ പറഞ്ഞത് ഏട്ടന് വിശ്വാസമാകുന്നില്ല എങ്കിൽ വാ, ഞാൻ കാണിച്ചു തരാം. പറഞ്ഞുകൊണ്ടവൾ അയാളുടെ കൈ പിടിച്ചു മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി നടന്ന് അകലുമ്പോൾ
ഒരു ചുവരിനപ്പുറം അവരിരുവരുടെയും സംഭാഷണങ്ങൾ കേട്ടുകൊണ്ട് മനസ്സ് തകർന്നുകൊണ്ട് ഒരുവൻ നിൽക്കുന്നത് അവരറിഞ്ഞില്ല. തുടരും കഥയുടെ അടുത്ത ഭാഗം.